മിസ്റ്റർ, നിങ്ങൾക്ക് നാണമുണ്ടോ? അവനൊക്കെ നമ്മൾ മനുഷ്യനായിട്ട് കൂട്ടിയിട്ടുണ്ടോ? ഈ ആറാട്ടെണ്ണൻ അലൻ ജോസ് പെരേര ഇവൻ വെറും കൃമിയാണ്, തീട്ടത്തിലെ പുഴു എന്ന് പറയൂലേ, അതാണ് ഈ അലൻ ജോസ് പെരേര. അതേപോലെ ആറാട്ടെണ്ണൻ. എടാ മോനെ നിർത്തി പൊക്കിയൂടെടാ. അതാരാണ് പറഞ്ഞത്? അവനെവിടെ കൊണ്ടുപോവാ? ഞാൻ പിടിച്ചു നിർത്തി അവൻ്റെ ചെവിക്കൽ എന്തോടാ പറഞ്ഞത്? ഞാൻ ചോദിക്കാം. നമ്മുടെ ലാലേട്ടനെ പറ്റി പോലും കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. 73 വയസ്സുള്ള ഒരു കിളവൻ ആണ് ഈ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് പറയോ? അതൊക്കെ വെച്ച് സത്യത്തിൽ നമ്മുടെ കേരളത്തിന് അഭിമാനമാണ് ഇതേപോലെ ഒരു താരം. പുലിമുരുകനെ കാട്ടി എന്തായാലും ടോപ്പ് റേഞ്ച് തന്നെ നിൽക്കും. എന്തായാലും എനിക്ക് തോന്നുന്നു അണിയറയിൽ ഇരിക്കുന്നത് ഒരു ആറ്റം ബോംബാണ് ഈ ടർബോ ജോസ്. അതാണ് JS. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. നല്ല ട്രെയിലറാണ്, നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പറയുകയാണെങ്കിൽ ഒരു കിളവൻ, പടുകിളവൻ, 73 വയസ്സുള്ള ഒരു കിളവൻ ആണ് ഈ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് പറയോ? നിങ്ങളുടെയൊക്കെ വീട്ടിൻ്റെ അടുത്തുള്ള അപ്പൂപ്പനാണെങ്കിലും അമ്മൂമ്മയാണെങ്കിലും ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഒന്നെങ്കിൽ വടിയും കുത്തി മോനെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു, അല്ലെങ്കിൽ കിടപ്പിലാണ്. അതൊക്കെ വെച്ച് സത്യത്തിൽ നമ്മുടെ കേരളത്തിന് അഭിമാനമാണ് ഇതേപോലെ ഒരു താരം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അതും ഈ ഇത്രയും ഒരു ഏജായ ഒരു വ്യക്തി ഇങ്ങനെ കാണിക്കും. സത്യത്തിൽ അത് ചരിത്രമാണ്, ചരിത്രത്തിൽ എഴുതി വെക്കേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നത് ഈ മമ്മൂക്കേനെ പറ്റി നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ 1ലോ 2ലോ 3ലോ ഒക്കെ ഒരു പാഠം തന്നെ, മമ്മൂക്ക എന്ന് പറഞ്ഞൊരു പാഠം കുട്ടികൾക്ക് വേണ്ടി കൊടുക്കണം. കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ ലാലേട്ടനെ പറ്റി പോലും കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടനെ പറ്റി പറയാൻ അവകാശപ്പെടാനാണെങ്കിലും അത്രയും കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. ഉണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ പലതും കുറവാണ്. ശരിയല്ലേ? ലാലേട്ടൻ്റെ പല ചിത്രങ്ങൾ നോക്കാം. അതൊക്കെ വെച്ച് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ പലരും ഏജ് ആവുമ്പോഴത്തേക്ക് ബാക്കിലോട്ടാണ് വരുന്നത് പല കാര്യങ്ങളിലും, സ്വഭാവത്തിലാണെങ്കിലും നമ്മുടെ സ്റ്റൈലിലാണെങ്കിലും. പക്ഷേ മമ്മൂക്ക എന്ന് പറയുന്നത് ഓരോ വയസ്സുകൾ കൂടുന്തോറും പുള്ളിയുടെ സൗന്ദര്യവും ഡ്രസ്സിങ്ങും സ്റ്റൈലും എല്ലാം പുള്ളി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം അതിലെ പല പല ഷോട്ടും അതിൻ്റെ മേക്കിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു പുലിമുരുകനെ കാട്ടി എന്തായാലും ടോപ്പ് റേഞ്ച് തന്നെ നിൽക്കും. കാര്യം ആ ടൈമിൽ പുലിമുരുകൻ എന്ന് പറയുന്ന ഒരു വൻ ചിത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലത്തിന് ശേഷം പുള്ളി എന്തായാലും അതുക്കും മേലെ ചെയ്യാൻ സാധ്യതയുള്ളൂ. ശരിയല്ല? എന്തായാലും എനിക്ക് തോന്നുന്നു അണിയറയിൽ ഇരിക്കുന്നത് ഒരു ആറ്റം ബോംബാണ് ഈ ടർബോ ജോസ്. അതാരാണ് പറഞ്ഞത്? അവനെവിടെ കൊണ്ടുപോവാ? ഞാൻ പിടിച്ചു നിർത്തി അവൻ്റെ ചെവിക്കൽ എന്തോ പറഞ്ഞത്? ഞാൻ ചോദിക്കാം. അത് പറഞ്ഞെങ്കിൽ അത് വിവരമില്ലാത്ത ആരുമാണ് പറഞ്ഞത്. 100 കോടി കാണത്തില്ല എന്ന്. അത് എനിക്കെന്തായാലും പറയാൻ പറ്റത്തില്ല. കാര്യം ഞാൻ പറഞ്ഞില്ല, എൻ്റെ മൈൻഡ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം മൈൻഡാണ്. എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ മമ്മൂക്കേനെ തന്നെ ഞാൻ ചിലപ്പോൾ വേണമെങ്കിൽ നാളെ വലിച്ചു കീറി ഒട്ടിക്കാം. മിസ്റ്റർ, നിങ്ങൾക്ക് നാണമുണ്ടോ? അവനൊക്കെ നമ്മൾ മനുഷ്യനായിട്ട് കൂട്ടിയിട്ടുണ്ടോ? ഈ ആറാട്ടെണ്ണൻ അലൻ ജോസ് പെരേര അവരൊക്കെ ആരാണ്? എനിക്കറിയാൻ വയ്യാതൊരു ചോദിക്കണം. അവനൊക്കെ ആരാണ്? അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? എന്തെങ്കിലും വിവരമില്ലാതെ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങളാണോ? വൈറലാവാൻ വേണ്ടി നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞ് വൈറലാവാം. ഇതേപോലെ ഇതേപോലെയുള്ള ഈ കൊണയടിച്ച് വൈറലായിട്ട് എന്താണ് കാര്യം? എന്തിനാണ് കാര്യം? പുള്ളി തന്നെ പറയുന്നുണ്ട് ഇത്രയും കാട്ടിക്കൂട്ടിയിട്ട് പുള്ളിക്ക് 1 രൂപ പോലും ഇതിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല എന്ന്. ഇങ്ങനെയാണെങ്കിൽ പുള്ളി എന്തിനാണ്? വെറുതെ ഒരു ഫെയിം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? എന്നെ 10 പേരൊക്കെ അറിയാം. എൻ്റെ വീട്ടിൽ രാവിലെ അരി വേവോ കഞ്ഞിക്കലത്തിൽ? ഇല്ല. പിന്നെ എന്തിനാണ് ഇതും കൊണ്ട് നടക്കുന്നത്? ഞാൻ പറയാനുള്ള ഇവൻ വെറും കൃമിയാണ്, തീട്ടത്തിലെ പുഴു എന്ന് പറയൂലേ, അതാണ് ഈ അലൻ ജോസ് പെരേര. അതേപോലെ ആറാട്ടെണ്ണൻ, പിന്നെ ഇതേപോലെ ജയിലർ അണ്ണൻ, പിന്നെ ഒരു കാതലിലൊരു അടുത്തുണ്ടല്ലേ അവ ആരാണ്? കാതൽ സിനിമയുടെ മറ്റേ അമേസി. അവ ആരവൻ അമേസി? ഓരോരോ വിവരമില്ലാത്ത കുറേ അവനെ വളർത്താനായിട്ട് കുറേ വിവരമില്ലാത്ത മീഡിയ ചെറ്റകളും. തീർച്ചയായിട്ടും. എന്തായാലും അവൻ്റെ ചെവിക്കലുകളൊക്കെ അവന്മാർ കൊടുത്തല്ലേ. വൈറലാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. പക്ഷേ ഒത്തിരി ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും. അല്ലെങ്കിൽ ആ വൈറലാവുന്നതിന് അവനൊരു 1000 രൂപയെങ്കിലും അവൻ്റെ കൈ കിട്ടുന്നെങ്കിൽ അതല്ലേ നല്ലത്? ഇതൊന്നുമില്ലാതെ ഇതേപോലെ മാസം തോറും ഓരോ അടി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് വൈറലാവുന്നത്? ഈ ഇടയ്ക്ക് അവൻ വൈറലായി ഒരു പെണ്ണ് കേസിൽ. നാണക്കേടല്ല അവന് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായ ഇപ്പം വീണ്ടും വൈറലായി മമ്മൂക്കേനെ ഇതേപോലെ തെറി വിളിച്ച കേസിൽ. അടി കിട്ടിയ എല്ലാവരും അവൻ എന്തെങ്കിലും കിട്ടിയാ? എടാ മോനെ നിർത്തി പൊക്കിയൂടെടാ. ഒന്നുകിൽ നീ കാണിക്കുന്ന നീ തന്നെ ഒന്നിരുന്ന് കാണ്. നീ കാണുന്നില്ല, അതാണ് നിൻ്റെ പ്രശ്നം. നീ കാണിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഈ ലോകത്തുള്ള ആർക്കും, ഒരു കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടുന്നില്ല. ലൈക്കും കമൻറ്റും ഷെയറും കണ്ട് നിന്നെ വിലയിരുത്തല്. നീ കാണിക്കുന്ന വെറും തന്തയില്ലാത്തരവും ചെറ്റയില്ലാത്തരവുമാണ്, കോപ്രായം ആണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അവനെ വിവരമില്ല.
അവൻ്റെ കൂട്ടത്തിൽ അവനെക്കാട്ടി വിവരമില്ലാത്തവരാണ് അവൻ്റെ മാനേജർ എന്നും ബോഡി ഗാർഡ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. പിന്നെ അവൻ്റെ കൂടെ ഒരു കടന്ന കൂട് വരെ മുടിയൊക്കെ വളർത്തി നടക്കുന്നുണ്ട്. അവൻ ആര് അവൻ്റെ വാലിൽ തൂങ്ങി അവൻ വൈറലാവാൻ നോക്കുന്നു. ഈ സാധനം അവനെ കണ്ടാൽ ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കും. പക്ഷേ ഈ ഇടയ്ക്ക് വെച്ച് പുള്ളിയെ ഞാൻ കണ്ടായിരുന്നു, ഈ അലൻ ജോസ് പെരേര. പുള്ളി ഒരു ഫംഗ്ഷന് പോയ സമയത്ത് എൻ്റെ അടുത്തിരുന്ന, പക്ഷേ എനിക്ക് പാവം തോന്നി. ആൾ വന്നിട്ട് ഒരു പഞ്ചപാവമാണ്, മറ്റേ ഇലയ്ക്കും കേടില്ല മുള്ളിനും കേടില്ലാത്ത രീതിക്കുള്ളൊരു ജെനുവിനായിട്ടൊരു വ്യക്തിത്വം. അതാണ് ഈ അലൻ ജോസ് പെരേര എന്ന് പറയുന്നത്. പക്ഷേ അവൻ വൈറലാവാൻ വേണ്ടി അവൻ ഇനി അവൻ്റെ തന്തേനെ വേണമെങ്കിലും അവൻ വിറ്റ് കാശാകും. അങ്ങനെയുള്ള ഒരുത്തൻ. ഞാൻ അവനെ ഇടിക്കുക അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതൊന്നുമല്ല. ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു കേരളത്തിലുള്ള ഒരു വ്യക്തിയുടെ അവർക്ക് തുറന്ന് പറയാൻ എന്താണോ ഉള്ളത് അത് ഞാൻ തുറന്നു പറഞ്ഞു. എനിക്ക് ഇത്രയേ ഉള്ളൂ. ഈ അല്ല, ഇനി നിങ്ങൾ ഏത് പന്നിനെ പറ്റി പറഞ്ഞാലും ഞാൻ ഇതേപോലെ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ജനം എന്താണോ പറയാൻ വേണ്ടി മടിക്കുന്നത് അത് ഞാൻ നിങ്ങളടുത്ത് ഞാൻ തുറന്നു പറയും. അതാണ് ജയന്ത് ജയസ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.